അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കാഴ്ചപ്പാടുകളാണ്, നമ്മുടെ ധാരണകളാണ്, നമ്മുടെ സങ്കല്പങ്ങളാണ് നമ്മൾ എങ്ങനെ ജീവിക്കണം, സന്തോഷത്തോടു കൂടി ജീവിക്കണോ, ദുഃഖത്തോടു കൂടി ജീവിക്കണോ, അഭിമാനത്തോടു കൂടി ജീവിക്കണോ, അല്ലെങ്കിൽ അപമാനിതരായി ജീവിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ ഓരോരുത്തരും ഈ ധാരണകൾ എങ്ങനെയാണ്, ഈ സങ്കല്പങ്ങൾ എങ്ങനെയാണ് ഇസ്ലാമികമായ ഒരു അടിത്തറയിൽ നിന്ന് കൊണ്ട് രൂപപ്പെടുത്തി എടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ പഠനമാണ് ഞാൻ ഈ ഒരു സെഷനിലൂടെ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതൊരു പഠനമാണ്, ഒരു മോട്ടിവേഷൻ ക്ലാസ് അല്ല. അതേസമയം ഒരു പക്ഷേ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മോട്ടിവേഷനൊക്കെ കിട്ടാനുള്ള സാധ്യത. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു പഠനമാക്കി കണക്കാക്കി കുറച്ച് ശ്രദ്ധയോടുകൂടി ഇത് വീക്ഷിക്കുകയും നിങ്ങൾക്ക് അതിലുണ്ടാകുന്ന സംശയങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുകയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചോദിക്കുകയും പങ്കുവെക്കുകയും ഒക്കെ ചെയ്യണമെന്ന് ഞാൻ ആദ്യമായി അപേക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഞാൻ പറഞ്ഞല്ലോ, സങ്കല്പങ്ങളാണ്, കാഴ്ചപ്പാടുകൾ ആണ് നമ്മുടെ വിഷയം. ഇതിനൊരു കർമ്മശാസ്ത്രമുണ്ട്, യഥാർത്ഥ ഒരു ഫിഖ് ഉണ്ട്. ഈ സങ്കല്പങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി വരേണ്ടത് എന്നുള്ളതിന് ഇസ്ലാമികമായി കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ കാഴ്ചപ്പാട് അത് അർഹിക്കുന്ന രൂപത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അതെന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകുന്നത്? യഥാർത്ഥത്തിൽ ഇതൊരു വളരെ പ്രധാനപ്പെട്ട മനുഷ്യ ജീവിതങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. ഈ സങ്കല്പങ്ങൾ ശരിയായാൽ മനുഷ്യർ, നന്ന ചുരുങ്ങിയത് ഇസ്ലാമിക സമൂഹത്തിലെ മിക്കവാറും എല്ലാ പ്രശ്നങ്ങൾക്കും ഇതോടുകൂടി പരിഹാരമാകും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇസ്ലാമികമായ ബോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നമ്മുടെ ചിന്തകളുടെ അതിന്റെ അടിത്തറ എന്തായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങൾ രൂപപ്പെടുന്നത് ഈ ധാരണകളുടെ അടിസ്ഥാനത്തിലാണ്. ഒരുപക്ഷെ നമ്മൾ ബാഹ്യമായി എന്തായിരിക്കും, വിശ്വാസികളായിരിക്കും. പക്ഷെ നമ്മുടെ ധാരണകളിൽ, നമ്മുടെ കാഴ്ചപ്പാടുകളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മൾ അറിയാതെ നമ്മുടെ കാഴ്ചപ്പാടുകളിൽ തെറ്റുകൾ അല്ലെങ്കിൽ പോരായ്മകൾ കടന്നുകൂടിയിട്ടുണ്ടാകും. ഇവിടെ നമ്മൾ യഥാർത്ഥത്തിൽ സാധാരണ പറയാറുണ്ട്, ഇപ്പോൾ ആളുകളൊക്കെ ആകെ മാറിപ്പോയി, ജനങ്ങളുടെ പഴയ രീതിയൊന്നുമല്ല, പഴയ പിന്നെ സ്വഭാവ രീതികളല്ല, പഴയ പെരുമാറ്റ രീതികളില്ല, പഴയ കുടുംബ ബന്ധങ്ങളില്ല, പഴയ സാമൂഹിക ബന്ധങ്ങളില്ല, പഴയ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളില്ല. ഇതൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ഈ പ്രതിഭാസങ്ങളെയും വിശ്വാസങ്ങളെയാണ് മനുഷ്യർ വിമർശിക്കുക. എന്താണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സങ്കല്പങ്ങൾ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മനുഷ്യരുടെ ധാരണകൾ എന്തൊക്കെയാണ് എന്ന് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറില്ല, ചർച്ചയ്ക്കെടുക്കാറില്ല, അല്ലെങ്കിൽ അതിലേക്ക് എത്താറില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊന്നും ഒരിക്കലും പരിഹരിക്കപ്പെടാതെ കിടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ സങ്കല്പങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് ഈ സങ്കല്പങ്ങളാണ്, മനുഷ്യന്റെ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ പ്രതിഭാസങ്ങളെയും, എല്ലാ പ്രവർത്തനങ്ങളെയും, എല്ലാ വിശ്വാസ പ്രമാണങ്ങളെയും സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ്. ഈ സങ്കല്പങ്ങളെ നേരെയാക്കിയിട്ടില്ലെങ്കിൽ ഇതൊരു മിഷീനാണ്, ഇതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ സങ്കല്പങ്ങൾ നമ്മളറിയാതെ. അതുകൊണ്ടാണ് പലപ്പോഴും ഒരു തലമുറ മാറുമ്പോൾ നമുക്ക് നമുക്ക് പലതും ഉൾക്കൊള്ളാൻ കഴിയാതെ, ആധുനിക കാലത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ സങ്കല്പങ്ങൾ പലപ്പോഴും കുറച്ച് ഒരു ജനറേഷൻ ഗ്യാപ്പ് വരുമ്പോഴേക്ക് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നതും അതിൽ നമ്മൾ അസ്വസ്ഥരാകുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ ഈ സങ്കല്പങ്ങളുടെ, നമ്മുടെ കാഴ്ചപ്പാടുകളുടെ പരിഷ്കാരത്തിലൂടെ മാത്രമേ, അത് ശരിയാക്കിയെടുക്കുന്നതിലൂടെ മാത്രമേ നമ്മൾ സമൂഹത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ വെറുതെ പറയൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ സംഭവിക്കുന്നു, ഇങ്ങനെ സംഭവിക്കുന്നു, എന്താ നമ്മുടെ അവസ്ഥ, ഇതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു പോകൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന്റെ റിസൾട്ട് ഉണ്ടാവില്ല. എന്താണ് ഞാൻ നിർവചനം പറഞ്ഞ എന്താണ്? സങ്കല്പങ്ങളുടെ നിർവചനം മനുഷ്യന്റെ ബോധത്തിൽ അന്തർലീനമായ ബോധ്യങ്ങൾ, അതായത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉള്ള ചില ധാരണകളാണ് ഈ സങ്കല്പങ്ങൾ. അപ്പൊ ഇതാണ് നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്നത് നമ്മളോട് പറഞ്ഞു തരുന്നത്. നമ്മൾ ബാഹ്യമായി നമ്മൾ കാണിക്കുന്നത് ഒന്നുമല്ല. അതിൽ രണ്ട് പ്രധാനമായ സംഗതികളുണ്ട് എന്താണ് ഈ സങ്കല്പത്തിൽ. ഒന്ന്, നമ്മൾ ഉറച്ച ആശയങ്ങളാണ്, ബോധ്യങ്ങളാണ്. പിന്നെ സാധാരണഗതിയിൽ എന്ത് ചെയ്യില്ല, അത് നമ്മൾ ഉള്ളിലാണ് ഉണ്ടാവും, അത് പുറത്തേക്ക് അങ്ങനെ വരില്ല. മനസ്സിലായില്ലേ? ചിലപ്പോൾ നമ്മൾ ഒരാളൊരു മുസ്ലിമൊക്കെ ആയിരിക്കും, പക്ഷെ അയാൾ ഇസ്ലാമിൽ നിരക്കാത്ത ചില ബോധ്യങ്ങളൊക്കെ അയാളുടെ ഉള്ളിലുണ്ടാവും, അത് പുറത്തേക്ക് വരില്ല. പുറമെ അയാൾ സമൂഹം കാണിക്കുന്നതൊക്കെ കാണിക്കുന്നതാവും, പക്ഷെ ഉള്ളിൽ ചിലപ്പോൾ അയാൾ ശരിക്കുള്ള വിശ്വാസി പോലും
ചിലപ്പോൾ ആയിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതിനുള്ള കാരണങ്ങളാണ് നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത്. വേറൊരു ടൈപ്പ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് നമുക്ക് ചിലപ്പോൾ അങ്ങനെ നിരീക്ഷിക്കാൻ പറ്റുമായിരിക്കും. എന്താ പറയുക, അത്ര തന്നെ ആഴത്തിൽ അങ്ങ് ഇറങ്ങി ചെന്നിട്ടുണ്ടാവില്ല അങ്ങനെയുള്ളത്. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഈ സങ്കല്പങ്ങൾ അല്ലെങ്കിൽ ധാരണകൾ എന്ന് പറയുന്നത് ഇത് വിശ്വാസം തന്നെയല്ലേ എന്ന് നമ്മൾ പറയാൻ. അല്ല, വിശ്വാസമല്ല. വിശ്വാസം എന്ന് പറയുന്നത്, വിശ്വാസത്തിനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസങ്ങൾ അത് പ്രകടമാണ്. അത് നമ്മൾ പ്രഖ്യാപിക്കും. ഞാൻ മുസ്ലിമാണ്, ഞാൻ ഹിന്ദുവാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്. ഇതൊക്കെയാണ് വിശ്വാസങ്ങൾ. അത് ഓരോരുത്തരും പ്രകടമായി പറയും. അയാളുടെ ഉള്ളിലുള്ള സങ്കല്പങ്ങൾ എപ്പോഴും എന്തായിരിക്കും, അയാൾ പറയില്ല. ക്രിസ്ത്യാനി ആയിരിക്കെ തന്നെ ചിലപ്പോൾ നിരീശ്വരവാദിയായിരിക്കും. മുസ്ലിം ആയിരിക്കെ തന്നെ ചിലപ്പോൾ ഒരിക്കലും ഇസ്ലാമിന് നിരക്കാത്ത പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാകും. അത്തരം കാര്യങ്ങളിലേക്ക് അയാളെ എത്തിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ഉള്ളിലെ ബോധ്യങ്ങളാണ്. സമൂഹത്തെ ബോധിപ്പിക്കാൻ വേണ്ടി അയാൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാകും. പക്ഷെ അയാളുടെ സ്വന്തം ബോധ്യങ്ങൾക്കനുസരിച്ച് അയാൾ ജീവിതം വേറെ നയിക്കുന്നുണ്ടാകും. ഇതാണ് വിശ്വാസങ്ങളിൽ നിന്ന്, അതായത് നമ്മൾ പുറത്തേക്ക് പറയുന്ന വിശ്വാസങ്ങളിൽ നിന്ന് സങ്കല്പങ്ങൾക്ക്, നമ്മുടെ കാഴ്ചപ്പാടുകൾക്കുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞല്ലോ. അത് ഒന്നാമത് എന്തായിരിക്കും, അതിന് കുറെ സ്വഭാവ വിശേഷങ്ങളുണ്ട്. ഈ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഒന്നാമത് അത് നമ്മുടെ ഉള്ളിലുള്ളതാണ്. പിന്നെ വിശ്വാസത്തെ പോലെയല്ല, നേരത്തെ പറഞ്ഞതുപോലെ. അതേപോലെ രണ്ടാമത് അതിന് ഉൽപാദന ശേഷിയുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ധാരണ അതിങ്ങനെ എന്താ ചെയ്യും, നമ്മുടെ പ്രവൃത്തികളിലേക്ക് മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ പ്രവൃത്തികളുടെ ഉൽപാദനങ്ങൾ സംഭവിക്കുന്നത് ഈ സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസറാണ്. എപ്പോഴും അതിങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും പുതിയ പുതിയ കാര്യങ്ങൾ കേട്ടോ. അതിനനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ വന്നുകൊണ്ടിരിക്കുമെന്നർത്ഥം. അതിന് പല കാരണം. ഉദാഹരണത്തിന് ഇപ്പം ജാതി സങ്കല്പം. നമ്മുടെ നാട്ടിലെ ചില ആൾക്കാരുടെ വിചാരം എന്താ, അവർ മറ്റുള്ളവരെക്കാളും ഉന്നതരാണ്, ഉന്നത കുലജാതിക്കാരാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ജാതി പേരൊക്കെ ചിലപ്പോൾ അവരുടെ പേരിന്റെ വാലിൽ നിന്ന് വെട്ടി മാറ്റിയാൽ പോലും അവരുടെ ഉള്ളിൽ ആ ബോധമുണ്ട്. അതനുസരിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ വരുള്ളൂ. ഇപ്പം അടുത്തൊരു വിവാദമൊക്കെ ഉണ്ട്, ഒരു അടൂർ വിവാദമൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊരു ജാതി ഉണ്ടായിട്ട് ആ ജാതി ഞാൻ വെട്ടിമാറ്റിയ ആളാണ് എന്ന് ജനങ്ങളുടെ മുമ്പിൽ പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഒരാൾ എങ്കിൽ അതിനർത്ഥം വെച്ചാൽ അയാളുടെ ഉള്ളിൽ ഇപ്പോഴും അത് ഉണ്ട് എന്നാണ്. ഞാനത് വെട്ടിമാറ്റിയത് വലിയൊരു കാര്യമാണ് എന്നാണ് അയാൾ പറഞ്ഞുകൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ അത്രയും കുലജാതിക്കാരനാണ്, എന്നോട് കളിക്കാൻ വരണ്ടെന്ന്. അപ്പോൾ ആ അർത്ഥത്തിൽ പല ആൾക്കാർക്കും ഉണ്ടത്. പിന്നെ അത് നമ്മുടെ നാട്ടിലെ ജാതികൾക്ക് മാത്രമല്ല, ചില നാട്ടുകാർക്കുണ്ട്. യൂറോപ്യർക്ക് ഉണ്ട്, ഞങ്ങളാണ് ഉഷാറ്, ബാക്കിയുള്ളവരൊക്കെ ഒന്നിനും പറ്റാത്തവരാണ്, ആഫ്രിക്കൻസ്, ബ്ലാക്സ് ഇവരൊന്നും പറ്റില്ല, അവരൊക്കെ പിന്തള്ളപ്പെടേണ്ടവരാണ്, അരികുവൽക്കരിക്കപ്പെടേണ്ടവരാണ്. ഇങ്ങനെയുള്ള പല ധാരണകളുണ്ട്. അതുപോലെ ചില അറബികൾക്കുണ്ട് എന്ത്, ഞങ്ങളാണ് എല്ലാവരേക്കാളും നല്ല നേഷൻ, നല്ല സമൂഹങ്ങൾ ഞങ്ങളാണ്. തുർക്കികൾക്കുണ്ട് അങ്ങനെ, ഇസ്രായേലിനുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഉണ്ട് ഈ സങ്കല്പം. എന്താണ് ഈ സങ്കല്പം? ഇതിങ്ങനെ നമ്മുടെ ഉള്ളിലുള്ളതിനനുസരിച്ച് നമ്മുടെ ആക്ഷൻസ് ഇങ്ങനെ വരാൻ തുടങ്ങും. അത് നമ്മൾ അറിയാതെ വരും. അതുകൊണ്ടാണ് അത് ഉൽപാദന ശേഷിയുള്ളതാണ് എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ അതിന്റെ ഒരു സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആപേക്ഷികമാണ്. ഒരാളിൽ തന്നെ ഒരേ സങ്കല്പം ചിലപ്പോൾ രണ്ടാളിലുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും, അതിന്റെ ആക്ഷൻസ് ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ഒരേ ആശയത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ മുസ്ലിങ്ങളായ ആൾക്കാർ തന്നെ ഒരേ സംഗതിയിൽ വിശ്വസിക്കുന്ന, ഒരേ അള്ളാഹുവിലും ഒരേ റസൂലിലും ഒരേ കിതാബിലും ഒരേ ഖിബ്ലയിലും ഒക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷെ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത് പലരും വ്യത്യസ്തമായിട്ടാണ്. ഓരോ സംഗതികളും, ഇബാദത്തുകളെ വ്യത്യസ്തമായി മനസ്സിലാക്കുന്നു, രാഷ്ട്രീയത്തെ വ്യത്യസ്തമായി മനസ്സിലാക്കുന്നു, സ്ത്രീ പുരുഷ ബന്ധങ്ങളെ വ്യത്യസ്തമായി മനസ്സിലാക്കുന്നു. ഇതിന് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇസ്ലാമിനെ മനസ്സിലാക്കിയ നമ്മുടെ ധാരണകളിൽ മാറ്റങ്ങളുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ സങ്കല്പങ്ങളിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള, അള്ളാഹുവിനെ കുറിച്ചുള്ള, പ്രവാചകനെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളിൽ മാറ്റങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങളെ വ്യത്യസ്തമായി മനസ്സിലാക്കുന്നതും വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്നതും. ഇതിൽ ഖൈറുണ്ട്. പക്ഷെ ഈ സങ്കല്പങ്ങൾ വലിയ അളവിൽ തെറ്റിപ്പോയാൽ അത് ഷർറായി മാറും എന്നുള്ളതാണ് അതിന്റെ ശരി. നമുക്ക് ഈ സങ്കല്പങ്ങൾ ഇതിന്റെ ഉറവിടങ്ങൾ എങ്ങനെയാണ് നമ്മളിലേക്ക് ഈ സങ്കല്പങ്ങൾ എത്തുന്നത്? ഇപ്പൊ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അല്ലേ? നമ്മളിവിടെ ഈ ദുനിയാവിൽ ജനിച്ചു വളർന്ന് അങ്ങനെ ജീവിച്ചു പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ സങ്കല്പങ്ങൾ നമ്മളിലേക്ക് എത്തുന്നത്? നമ്മൾ ആരോ അടിച്ചേൽപ്പിച്ചതാണോ, അല്ലെങ്കിൽ നമ്മൾ സ്വയം സ്വീകരിച്ചതാണോ? ഇതൊക്കെ നമുക്ക് നോക്കാം. ഇതിന് കുറെ ഉറവിടങ്ങളുണ്ട്. അപ്പൊ അതിൽ ആദ്യത്തെ ഉറവിടം എന്ന് പറയുന്നത് അത് കുടുംബമാണ്. അതായത് നമ്മൾ ജനിച്ചു വീഴുന്ന കുടുംബമാണ് നമ്മുടെ അടിസ്ഥാനപരമായ പല സങ്കല്പങ്ങളും നിർണയിക്കുന്നത്. അള്ളാഹു ഖുറാനിൽ പറഞ്ഞു, വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാതിക്കും, അള്ളാഹു നിങ്ങളെ മാതാക്കളുടെ ഗർഭത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു. ലാ തഅലമൂന ഷൈഅ, നിങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു, നിങ്ങൾക്കൊന്നും അറിയില്ല, നിങ്ങൾ ബ്ലാങ്ക് ആണ്. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ലഅല്ലക്കും തഷ്കുറൂൻ, എന്നിട്ട് അള്ളാഹ് എന്ത് ചെയ്തു? നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും ബുദ്ധിയും ഒക്കെ തന്നു. എന്തിന്? ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി. നമ്മൾ ഈ ദുനിയാവിലേക്ക് വരുമ്പോൾ നമ്മൾ ബ്ലാങ്കാ, ഒരു വൈറ്റ് പേപ്പറാണ്, അതിൽ എന്ത് വേണമെങ്കിലും എഴുതാം. അപ്പൊ നമ്മൾ ആദ്യമായി എത്തുന്നത് എങ്ങോട്ടാണ്? നമ്മുടെ കുടുംബത്തിലേക്കാണ്. അപ്പോൾ ഈ കുടുംബമാണ് നമ്മുടെ ഈ പേപ്പറിൽ ആദ്യമായി എഴുതി തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്നാണ് നമ്മുടെ സങ്കല്പങ്ങളുടെ ആരംഭം. നമ്മുടെ മാതാപിതാക്കൾ,
നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ബന്ധുക്കൾ. അപ്പോൾ അവരോടുള്ള നമ്മുടെ ഇടപഴകലാണ് വലിയൊരളവിൽ നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നത്. പ്രബലമായ ഒരു ഹദീസ് ഉണ്ടല്ലോ, അബവാഹു യുഹൗവിദാനിഹി ഔ യുനസിറാനിഹി. അപ്പോൾ എല്ലാ മനുഷ്യനും പിറന്നു വീഴുന്നത് വളരെ ശുദ്ധമായ പ്രകൃതിയോടുകൂടിയാണ്. പക്ഷെ അവരുടെ മാതാപിതാക്കളാണ് അവരെ ജൂതനാക്കുന്നതും ക്രിസ്ത്യാനിയാക്കുന്നതും ഒക്കെ. അപ്പോൾ അതാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. യഥാർത്ഥ ഇസ്ലാമിന്റെ ഒരു സങ്കല്പം തന്നെ, ഇപ്പോൾ നമ്മുടെ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് നമ്മളിങ്ങനെ പോയാൽ മുസ്ലിം ആകുമെന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ സങ്കല്പം എന്ന് പറയുന്നത് പ്രായപൂർത്തിയായതിനു ശേഷം അയാൾ സ്വയം അറിഞ്ഞ് പ്രഖ്യാപിക്കുന്നതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ അയാൾ ഒരു ഒരു ഒഫീഷ്യലായ മുസ്ലിമായി മാറുന്നത്. മറ്റതൊരു കാനേഷുമാരി മുസ്ലിം ആകുള്ളൂ. ഗവൺമെന്റിന്റെ കണക്കിൽ നമ്മൾ മുസ്ലിമാണ്. പക്ഷേ ഒഫീഷ്യലി അയാൾ അള്ളാഹുവിന്റെ അടുത്ത് മുസ്ലിം ആകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അയാൾ പ്രായപൂർത്തിയായതിനു ശേഷം മനസ്സറിഞ്ഞ് ഷഹാദത്ത് കലിമ ചൊല്ലുന്നെ വേണം. രണ്ടാമത്തെ ഉറവിടം എന്ന് പറയുന്നത് സുഹൃത്തുക്കളാണ്. സുഹൃത്തുക്കളുടെ സ്വാധീനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. സംഭവിച്ചു കഴിഞ്ഞാൽ അത് മറ്റതിനേക്കാൾ ശക്തമായിരിക്കും. അതായത് കുടുംബത്തിനേക്കാൾ വലിയ ശക്തമായ ഒരു മാറ്റം ഒരു മനുഷ്യനിൽ ഉണ്ടാക്കാൻ ഒരു സുഹൃത്തിന് കഴിയും. അത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതെന്തായിരിക്കും? വളരെ ശക്തമായിരിക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പല്ല. ഇന്ന കുടുംബത്തിൽ ജനിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല നമ്മൾ ജനിക്കുന്നത്. പക്ഷേ നമ്മൾ സുഹൃത്തുക്കളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ്. നമ്മൾ ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സീക്രട്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും ഷെയർ ചെയ്യുന്നത് നമ്മുടെ കുടുംബക്കാരോടായിരിക്കുകയില്ല, മറിച്ച് നമ്മുടെ സുഹൃത്തുക്കളോടായിരിക്കും. അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മൾ അത്രയും കംഫർട്ടബിൾ ആയിരിക്കും നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത്. അത് നമ്മൾ തിരഞ്ഞെടുക്കുന്നതായതുകൊണ്ടാണ്. ട്രസ്റ്റ് കൂടും. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ സ്വാധീനം സംഭവിച്ചു കഴിഞ്ഞാൽ അത് വലുതായിരിക്കും. പക്ഷെ ഖുർആൻ സൗഹൃദത്തിന്റെ അപകടത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. സൗഹൃദം നല്ലതാണ്, പക്ഷെ സൗഹൃദം വലിയ അപകടത്തിലേക്കും മനുഷ്യനെ എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യനെ കൊണ്ടുപോകാൻ സൗഹൃദത്തിന് കഴിയും. പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ, നല്ല പയ്യനായിരുന്നു, കുടുംബത്തിൽ പറഞ്ഞ പയ്യനായിരുന്നു, നല്ല ജനങ്ങളോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെ നന്നായി അറിയുന്ന ആളായിരുന്നു, പക്ഷേ ഇപ്പൊ എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല, ഇപ്പൊ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്ത ഒരാളെ അയാൾ വിശ്വസിക്കുകയും ജീവിതത്തിൽ മാറ്റം വരുത്തുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു മനുഷ്യനെ നന്നായിട്ട് ഉയർത്തിക്കൊണ്ടുപോകാനും ഒരു മനുഷ്യനെ നന്നായി ഇകഴ്ത്തുവാനും താറടിക്കുവാനും ഒക്കെ സൗഹൃദങ്ങൾക്ക് കഴിയും എന്നുള്ളത് ഒരു സത്യമാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അൽ അഖില്ലാഉ യൗമഇദിൻ ബഅ്ളുഹും ലിബഅ്ളിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖീൻ. അത് അഖില്ല എന്ന് പറഞ്ഞാൽ കൂട്ടുകാർ, ഖലീലിന്റെ ജമ്മാണ് അഖില്ല. യൗമഇദിൻ ബഅ്ളുഹും ലിബഅ്ളിൻ അദു. അന്ത്യനാളിൽ വരുമ്പോൾ നമ്മളിവിടെ വലിയ കൂട്ടുകാരൊക്കെ ആയിരുന്ന ആൾക്കാർ അവിടെ എത്തുമ്പോൾ എന്തായിരിക്കും? അവര് ശത്രുക്കളായി മാറും. ശത്രുക്കളാവാനുള്ള കാരണം എന്താണ്? ഇവനാണ് നമ്മളെ വഴി പിഴപ്പിച്ചത്, ഇവനാണ് നമ്മുടെ ധാരണകൾ തിരുത്തിയത് എന്ന് നമ്മൾ തിരിച്ചറിയപ്പോഴാണ്. ഇല്ലൽ മുത്തഖീൻ. എന്നാൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് അല്ലെങ്കിൽ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തി ജീവിച്ച ആളുകൾ ഒഴിച്ച്, പ്രത്യേകിച്ച് കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി വേണം തിരഞ്ഞെടുക്കാൻ എന്നുള്ളതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിന്റെ ഉള്ളിൽ അങ്ങേയറ്റത്ത് തഖ്വയും സൂക്ഷ്മതയും അതുപോലെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഇസ്ലാമികമായ പരിധികൾ സൂക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ് നമ്മൾ മുത്തഖി എന്ന് പറയും. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ എന്തുണ്ടാവുള്ളൂ? അന്ന് ശത്രുത ഇല്ലാതിരിക്കുകയുള്ളൂ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. രണ്ട് സംഗതി പറഞ്ഞു. ഒന്ന് കുടുംബം, രണ്ട് സൗഹൃദം, അല്ലെ? മൂന്നാമത്തെ സംഗതി എന്നിട്ടുണ്ടെങ്കിൽ സംഗമങ്ങൾ. അറബിയിൽ നമ്മൾ സാധാരണ പറയുന്നത് സഭകൾ, മജ്ലിസുകൾ എന്നൊക്കെയാണ് പറയാം. സ്ഥിരമായി നമ്മൾ പോയി ഇരിക്കുന്ന സ്ഥലങ്ങൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും സുഹൃത്തുക്കളുടെ സംഗമങ്ങൾ ഉണ്ടാവുമല്ലോ, നമ്മുടെ സുഹൃത്ത് സംഗമങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരുടെ സംഗമങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രാദേശികമായ സംഗമങ്ങൾ. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ മജ്ലിസുകളുടെ സ്ഥാനത്ത് ഉണ്ടാകുക ഈ പീഡിയ കൊലയിലൊക്കെ ഇരുന്ന് സ്ഥിരമായി രാവിലെ ചായ പിടിക്കാൻ വരും, രാത്രി വൈകുന്നേരം ചായ പിടിക്കാൻ വരും, അവിടെ ഇരുന്നിട്ട് സൊറ പറയാം. ഇതിനെ ഒരു തരം മജ്ലിസാണ്. യഥാർത്ഥത്തിൽ അറബികൾക്കിടയിൽ അതൊരു മജ്ലിസാണ്. അപ്പൊ ഈ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ, സഭകളും മജ്ലിസുകളൊക്കെ എന്ത് ചെയ്യും? മനുഷ്യനെ നന്നായിട്ട് സ്വാധീനിക്കും. അത് ചിലപ്പോൾ സംഘടനകളാകാം, പ്രാദേശിക കൂട്ടായ്മകളാകാം, ഇങ്ങനെയൊക്കെ ആവാം. അപ്പോൾ അവിടെയൊക്കെ ആര് വന്നിട്ട് എന്ത് സംസാരിക്കുന്നു, അവർ ഏത് രീതിയിൽ അവരുടെ ജീവിതം അവർ നയിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ അവിടെ കൂടെ പോയി ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ സ്വാധീനിക്കും. സ്ഥിരമായി നമ്മൾ ഒരു 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 ടൈപ്പ് വിഭാഗം ആൾക്കാരോട് സഹവസിക്കുമ്പോൾ അവരുടെ സ്വഭാവം നമ്മളിലേക്ക് ഇങ്ങനെ വരും, നമ്മൾ അറിയാതെ. അതുകൊണ്ടാണ് പറഞ്ഞത് വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി. അപ്പോൾ നമ്മൾ കുറച്ച് ക്ഷമയോടുകൂടി എന്ത് ചെയ്യണം? നമ്മുടെ സഹവാസങ്ങൾ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അതായത് രാവും പകലുമൊക്കെ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹുമായി ജീവിതം കൂട്ടിക്കെട്ടി വെച്ച ആരോടായിരിക്കണം നമ്മുടെ അധിക സമയത്തെയും സഹവാസം എന്നുള്ളതാണ്. പല ചോദ്യങ്ങളും നമുക്ക് വരും, അതിനൊക്കെ നമുക്ക് പിന്നീട് ഉത്തരം പറയാം. നമ്മൾ ദഅവ നടത്തണം, നമ്മൾ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തണം, നമ്മുടെ സാമൂഹ്യ സേവനങ്ങൾ നടത്തണം. ഇതൊക്കെ നമുക്ക് വെറും മുസ്ലിങ്ങളുടെ ഇടയിൽ മാത്രം ചെയ്താൽ പോരാ. പക്ഷെ
അതിനൊക്കെ നമുക്ക് ഇതൊക്കെ സഹവാസത്തിൽ പെടുന്നതല്ല. അതേപോലെ തന്നെ പിന്നെ എന്താണ് വൈദാ റഅയ്തല്ലദീന യഖൂലൂന ഫീ ആയാതിന, അള്ളാഹുവിന്റെ ആയാത്തുകളെ കുറിച്ച്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച്, വചനങ്ങളെ കുറിച്ച് മോശമായി പറയുന്ന ആൾക്കാരെ നീ കണ്ടാൽ ഫഅറിദ് അൻഹും, അവരെ മൈൻഡ് ചെയ്യരുത്, അവരെ വിട്ടേക്ക്, അവരെ കൂടെ പോയി ഇരുന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ ദുഷിപ്പിക്കാൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരാൾ പോയി ഇരുന്നിട്ട് അയാൾ അങ്ങനെ വഴിതെറ്റി പോകുന്നില്ല. പക്ഷെ നല്ല ധാരണയും അറിവും അവരോട് സംസാരിക്കാനുള്ള കഴിവും ഒക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. സത്യത്തെ മറിച്ചിടാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ അട്ടിമറിക്കാൻ വേണ്ടി എപ്പോഴും എപ്പോഴും അസത്യത്തിന്റെ ശക്തികൾ എപ്പോഴും എന്ത് ചെയ്യും, ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ള യാതൊരു സംശയമില്ല. മനുഷ്യനെന്ന് പറഞ്ഞാൽ ദുർബലനാണ്. ആ ദൗർബല്യം പല രീതിയിൽ ചൂഷണം ചെയ്തുകൊണ്ട് അസത്യത്തിന്റെ ശക്തികൾ നമുക്കെതിരെ വാളോങ്ങി നിൽക്കുന്നുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ എല്ലാ മനുഷ്യരും ഒരേപോലെ പ്രതിസന്ധികളെ അല്ലെങ്കിൽ വെല്ലുവിളികളെ നേരിടാനൊന്നും കഴിവില്ലാത്തവരായിരിക്കും. പിന്നെ നാലാമത്തെ പ്രധാന ഉറവിടമാണ് അധികാരം. അധികാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാജ്യത്തിലെ ഭരണാധികാരികൾ അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടികൾ, പിന്നെ ഭരണകൂടം നമ്മുടെ സങ്കല്പങ്ങൾ സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യർ പിന്നെ വളരെ നല്ല രീതിയിൽ ജീവിച്ചു പോരുന്ന മനുഷ്യരെ വൈകാരികമായും അതേപോലെ തന്നെ മതപരമായും ഒക്കെ ഭിന്നിപ്പിച്ച് അവരെ വിരുദ്ധ ചേരികളിലാക്കി അവരുടെ മനസ്സുകളിൽ വിദ്വേഷവും പകയും ഒക്കെ കുത്തി നിറച്ച് പരസ്പരം പോരാടുന്നവരായി വെറുക്കുന്നവരെ ഒക്കെ ആയി മാറ്റിയെടുക്കുന്നത് ആരാണ്? യഥാർത്ഥത്തിൽ അധികാരികളാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അധികാരമാണ് വലുത്. അപ്പൊ അതിനു വേണ്ട ആ അധികാരം അരക്കിട്ടുറപ്പിക്കുന്നതിന് വേണ്ടി അവർ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കും. അതിലിപ്പം പലതും ഉണ്ടാകും. ഒന്നാമതായി അവർ ചെയ്യുന്നത് സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർവകലാശാലകൾ, പിന്നെ അതേപോലെ തന്നെ മാധ്യമങ്ങൾ, ഇതൊക്കെ കൈയടക്കുക എന്നുള്ളതാണ്. അതിലൊക്കെ അവരുടെ അജണ്ട നടപ്പാക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ചരിത്രത്തെക്കുറിച്ച് നമ്മുടെ ധാരണകൾ തിരുത്തി എഴുതുക എന്നുള്ളതാണ്. ഭൂമിശാസ്ത്രം, സമൂഹം എന്നിവയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ ഇത്തരത്തിലുള്ള ഇടപെടലുകളിലൂടെ വളരെ ആസൂത്രിതമായി മാറ്റിയെടുക്കാൻ എക്കാലത്തും അധികാരവർഗം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാ നാട്ടിലും നടക്കുന്ന ഒരു സംഗതിയാണ്. ഇത് നമ്മൾ ഏതെങ്കിലും ഒരു നാട്ടിൽ നടക്കുന്ന ഒന്നല്ല, എല്ലായിടത്തും അത് സംഭവിക്കുന്ന ഒരു സംഭവം. ഇപ്പൊ നമുക്കതിലൊരു ആശ്വാസമുള്ളത്, ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരു ആശ്വാസമുള്ളത് എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയുടെ വരവാണ്. ഏതൊരു അധികാര ഭരണകൂടത്തെക്കാളും ശക്തമായ ഒരു 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 സംവിധാനമാണ് സോഷ്യൽ മീഡിയ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് ഒരു പക്ഷേ ഈ അധികാരത്തെക്കാളൊക്കെ വലിയ നമ്മുടെ സങ്കല്പങ്ങളെ നിശ്ചയിക്കുന്നത് സോഷ്യൽ മീഡിയ ആണെന്ന് പറയാം. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഒരു പക്ഷെ ഞാൻ അങ്ങനെ ഒരു തീരുമാനം വരെ എടുത്തത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഇത്രയധികം അസത്യത്തിന്റെ ശക്തികൾ കൈയടക്കി വെച്ചിരിക്കുന്നു എന്നുള്ളത്. ഈ സത്യത്തിന്റെ വാഹകർ എന്ന് പറയുന്ന ആൾക്കാർ വളരെ കുറച്ച് ഈ സോഷ്യൽ മീഡിയയിലുള്ളൂ. അവരെത്ര ഒച്ചയിട്ടിട്ടും മറ്റുള്ളവർ ഒച്ചയിടുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ പതിഞ്ഞ ശബ്ദങ്ങൾ അവരുടെ ബഹളമയമായ ഈ അന്തരീക്ഷത്തിൽ കേൾക്കാതെ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നൂതനമായ രീതിയിൽ, ഏറ്റവും മനോഹരമായ രീതിയിൽ, ഏറ്റവും ക്രിയേറ്റീവായ രീതിയിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഇടപെട്ടാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ധാരണകളെ മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ പിന്നെ അത് വളരെ ആശ്വാസകരമായ ഒരു സംഗതിയാണ്. അതോടൊപ്പം തന്നെ വലിയ അപകടകരമായ ഒരു സംഗതി കൂടിയാണ്. നമ്മൾ വേണ്ട രീതിയിൽ അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ. പിന്നെയും ഒരുപാട് നമ്മളെ സ്വാധീനിക്കുന്ന മറ്റു ഉറവിടങ്ങളുണ്ട്. അതിലൊന്നാണ് എന്താണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളത്. നമ്മൾ എന്താ പഠിച്ചത്, നമ്മുടെ സ്പെഷ്യലൈസേഷൻ, അത് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ധാരണകളെ, നമ്മുടെ സങ്കല്പങ്ങളെ ബാധിക്കും. ഉദാഹരണത്തിന് നിയമം പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ അയാളുടെ വീക്ഷണമായിരിക്കുകയില്ല തത്വശാസ്ത്രം പഠിച്ച ഒരാൾക്കുണ്ടാവാം. ലാംഗ്വേജ്, മനുഷ്യശാസ്ത്രം, ഹ്യൂമാനിറ്റീസ്, ഇങ്ങനെ ഓരോ വിഷയങ്ങളും പഠിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് പ്രത്യേകമായ ചില സങ്കല്പങ്ങളുണ്ടാവും. അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സ്പെഷ്യലൈസേഷനാണ്. നമ്മുടെ സങ്കല്പങ്ങൾ മാറാനുള്ള മറ്റൊരു കാരണമാണ് സംസ്കാരങ്ങളുമായുള്ള സമ്പർക്കം. അപ്പോൾ ഒരു നാട്ടിൽ തന്നെ ജീവിച്ച് പുറത്തെ ആളുകളുമായിട്ടൊന്നും ബന്ധപ്പെടാതെ, യാത്ര ചെയ്യാതെ സ്വന്തം നാട്ടിൽ ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ആളുകൾക്കുള്ള സങ്കല്പങ്ങളായിരിക്കുകയില്ല യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവുക. മറ്റ് ജനങ്ങളോട് ഇടപഴകുന്ന ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയിൽ ജീവിക്കുന്ന, ഉദാഹരണത്തിന് ഇപ്പോൾ ദുബായിൽ ജീവിക്കുന്ന ഒരാളും നാട്ടിൽ ജീവിക്കുന്ന ഒരാളും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. കാരണം ദുബായിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളായിട്ട് ഇടപഴകുന്ന ആണെന്നുണ്ടെങ്കിൽ ലോകത്തുള്ള ഏകദേശം എല്ലാതരം മനുഷ്യരായിട്ടും അയാൾക്ക് ഇടപഴകാനുള്ള അവസരം. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാളുടെ കാഴ്ചപ്പാട് ഒരു ആഗോള കാഴ്ചപ്പാടായിരിക്കും. അതുപോലെ യാത്ര ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ സംസ്കാരങ്ങളുമായുള്ള നമ്മുടെ സമ്പർക്കം നമ്മുടെ കാഴ്ചപ്പാടുകളെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതേപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സ്വാധീനം ചെലുത്താനുള്ള സാധ്യതയുള്ള ഒരു സംഗതിയാണ് ഭാഷ. ഭാഷ എന്ന് പറയുമ്പോൾ പലപ്പോഴും അതിന്റെ ഗൗരവം നമ്മൾ വേണ്ടത്ര ഉൾക്കൊള്ളാൻ ശ്രമിക്കാറില്ല. ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഐഡന്റിറ്റി എന്ന് പറയുന്നത് തന്നെ
അയാളുടെ ഭാഷയായിരിക്കും. ഈ ഭാഷ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം നമ്മൾ ശത്രുക്കളുടെ ഭാഷ നമ്മൾ അറിയാതെ നമ്മൾ ഉപയോഗിച്ച് പോകാറുണ്ട്. നമ്മുടെ ഇന്ത്യയിലൊക്കെ അത് വളരെ വ്യാപകമായി ഇപ്പോൾ ബ്രിട്ടീഷുകാർ നമുക്ക് വേണ്ടി ഉപേക്ഷിച്ച് പോയ കുറേ ഭാഷാ രീതികളൊക്കെ ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ഇറാനികൾ അറബിയിൽ സാങ്ഷൻസ്, ഒക്കൂബാത്ത് എന്നാണ് ഉപരോധത്തിന് പറയാം. ഒക്കൂബാത്ത് പറഞ്ഞാൽ ശിക്ഷയാണ്. ഈ ഉപരോധം എന്ന് പറഞ്ഞാൽ ഒരു ശിക്ഷയാണ്. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ശിക്ഷിക്കാം. പക്ഷെ ഇറാനികൾ അതിനെ ഒരിക്കലും ഒക്കൂബാത്ത് എന്ന് വിളിക്കാറില്ല. അവരതിനെ വിളിക്കുന്ന പിന്നെ അവരുടേതായ ഭാഷയിലുള്ള വേറെ പേരുണ്ട്. ആ വേർഡ് ഞാൻ മറന്നുപോയി. അവര് ഒരിക്കലും ഇത് സാങ്ഷൻ ആണ് അല്ലെങ്കിൽ ഉഖൂബാത്ത് ആണ് എന്ന് പറയില്ല. കാരണം അങ്ങനെ അമേരിക്ക സൃഷ്ടിച്ച ഒരു ഭാഷ നമ്മൾ പറയുമ്പോൾ നമ്മൾ അവർ പറയുന്നത് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ ഭാഷയിലെ പ്രത്യേകിച്ച് സാങ്കേതിക പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെയാണ് ഈ സങ്കല്പങ്ങളുടെ ഉറവിടങ്ങൾ. കുറെ സംഗതികൾ നമുക്ക് ഈ സങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ട് പറയാണ്ട്. അതിന്റെ ഉറവിടങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി സങ്കല്പങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ പിന്നെ ശരീഅത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, സങ്കല്പങ്ങളും വിശ്വാസങ്ങളും തമ്മിലുള്ള വലിയ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ആധുനിക സങ്കല്പവും ഇസ്ലാമിക സങ്കല്പങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ പോയിട്ട് നമുക്ക് അതിന്റെ ഒരു കുറച്ചും കൂടി ആഴത്തിലേക്ക് നമുക്ക് പോകാം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ അത്തരം കാര്യങ്ങളുമായി ഞാൻ എത്തുന്നതാണ്. തുടക്കം എന്ന നിലക്ക് നിങ്ങളുടെ അഭിപ്രായം കൂടി കേട്ടതിന് ശേഷം അത് ചെയ്യുമ്പോൾ കുറച്ചുകൂടി അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തുന്നതിൽ ഒട്ടും മടി കാണിക്കരുത് എന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. അസ്സലാമ